പ്രൈസ് ഗോഡ്. നല്ല സന്തോഷമുള്ള എത്ര പേരുണ്ട്? ലെറ്റ് മീ സീ യുവർ ഹാൻഡ്സ്. എത്ര പേര് നിങ്ങൾക്ക് വാസ്തവമായി സന്തോഷമുണ്ട്? ഹല്ലേലൂയ. വേദപുസ്തകം വായിക്കുമ്പോൾ 3 ശക്തന്മാരായ ദൈവദാസന്മാരെ കാണാൻ പറ്റും. 3 ശക്തന്മാരായ ദൈവദാസന്മാരെ വേദപുസ്തകത്തിൽ. അവരുടെ 3 പേരുടെയും ജീവിതത്തിൽ വെളിപ്പെട്ട പ്രതിസന്ധി ഓർക്കുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്നത് വളരെ നിസ്സാരമാണ്. ആമേൻ. ദൈവത്തിൻ്റെ ഒരു ടാർഗറ്റുമായി, ദൈവത്തിൻ്റെ ഒരു നിയോഗവുമായി, ഒരു ദൈവ ശബ്ദവുമായി ഇറങ്ങിത്തിരിച്ച 3 ദൈവദാസന്മാർ. അവരുടെ ജീവിതത്തിൽ അവർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളിൽ അതൊന്നിനും അവരെ തടയാൻ പറ്റിയില്ല. ആമേൻ. ഇന്ന് 3 കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ശക്തിയോടെ എന്താണോ ഇന്ന് ദൈവത്തെ അനുഭവിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, യേശുവിനെ സ്നേഹിപ്പാൻ, കർത്താവിന് വേണ്ടി ചെയ്യുവാൻ, ഇറങ്ങി പുറപ്പെടുവാൻ, ഹൃദയം തുറന്നു കൊടുക്കാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന എന്താണോ അത് പൊട്ടണം. ആമേൻ. അത് പൊട്ടിക്കഴിയുമ്പോൾ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കണം. ദൈവശബ്ദം കിട്ടി ഇറങ്ങി തിരിച്ച ആളാണ് മോശ. പക്ഷേ മോശ കണ്ടത് ആർത്ത് അലറുന്ന ഒരു ചെങ്കടല. ആമേൻ. വേറൊരു വഴിയുമില്ല, പുറകോട്ട് പോകാൻ പറ്റുന്നില്ല, മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചെങ്കടല് കാണാനില്ല. ആമേൻ. ചെങ്കടലിന് മോശയെ തടയാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച അടുത്ത ദൈവദാസന യോശുവ. യോശുവയുടെ മുമ്പിൽ ദൈവം പറഞ്ഞു, നീ വാഗ്ദത്ത ദേശം പ്രാപിക്കണം, പിടിക്കണം, കടക്കണം. പക്ഷെ വാഗ്ദത്ത ദേശത്തിനെതിരായി യോശുവയെ തടഞ്ഞത് ഒരു മനുഷ്യന്റെ കഴിവ് കൊണ്ടും തകർക്കാൻ പറ്റാത്ത യെരിഹോ കോട്ടയാണ്. ആമേൻ. പക്ഷെ ആ യെരിഹോ കോട്ട കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല. ആ യെരിഹോ കോട്ടയ്ക്ക് യോശുവയെ തടയാൻ പറ്റിയില്ല. ആമേൻ. അടുത്ത ആള് വേറെ ആരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. മരണപാശങ്ങൾ അവനെ പിടിച്ചു, എങ്കിലും മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ പറ്റിയില്ല. അവൻ മരണത്തെ തകർത്തുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ, ആമേൻ, ചെങ്കടലിന് മോശയെ തടയാൻ പറ്റിയില്ലെങ്കിൽ, യെരിഹോവിന് യോശുവയെ തടയാൻ പറ്റിയില്ലെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, സിയോൻ കോട്ടയ്ക്ക് ദാവീദിനെ തടയാൻ പറ്റിയില്ലെങ്കിൽ, മരണത്തിനും കല്ലറയ്ക്കും യേശുവിനെ തടയാൻ പറ്റിയില്ലെങ്കിൽ, യേശു ക്രിസ്തുവിലുള്ള എന്നെയും നിങ്ങളെയും തടയുവാൻ പറ്റിയ ഒന്നും ഇന്ന് വരെയും ഇനിയും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. We giving the glory. Hallelujah. Thank you Lord. നന്ദി കർത്താവേ, നന്ദി ദൈവമേ. Praise God. ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഹോളിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ വെച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നു, നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ, ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, വാസ്തവത്തിൽ നീ ഒരു ദൈവപൈതലാണെങ്കിൽ, ഒരു ദൈവദാസനാണെങ്കിൽ, കർത്താവിനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ലൈഫിൽ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയും നിരാശപ്പെടുത്തിയേക്കാം, പിന്നോട്ട് വലിച്ചേക്കാം, പ്രാർത്ഥനയിൽ നിന്ന് തടസ്സപ്പെടുത്തിയേക്കാം. പക്ഷെ ഇതിനെല്ലാം പൊട്ടിച്ചു കയറും. ആമേൻ. ഒരു വീണ്ടും ജനിച്ച ദൈവപൈതലാണെങ്കിൽ. ആമേൻ. ഹല്ലേലൂയ. ഇതൊന്നും ഒരു വിഷയമല്ല. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളൊന്ന് തൊട്ടച്ചു പറ, ഒന്നും ഒരു വിഷയമല്ല. ഒന്നുകൂടി പറഞ്ഞാട്ടെ, യേശു ക്രിസ്തുവിൽ നിന്നുള്ള ദൈവ പദ്ധതിയിൽ നിന്നും നിന്നെ തടയാൻ പറ്റിയ ഒന്നും ഈ ലോകത്ത് ഇല്ല. ആമേൻ. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവരെയും വന്ദനം ചെയ്യുന്നു, സ്നേഹവന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ രാവും പകലും ആഴ്ചകളിൽ നമ്മെ സൂക്ഷിച്ച, തളർന്നിരുന്നപ്പോഴും, ക്ഷീണിച്ചപ്പോഴും, മടുത്തപ്പോഴും, പ്രാർത്ഥിച്ചപ്പോഴും, പ്രാർത്ഥിക്കാതിരുന്നപ്പോഴും, ആരാധിച്ചപ്പോഴും, ആരാധിക്കാതിരുന്നപ്പോഴും, ഉറങ്ങിയപ്പോഴും, യാത്ര ചെയ്തപ്പോഴും, ദേശം മുഴുവൻ പകർച്ചവ്യാധികൾ ഉണ്ടായപ്പോഴും, കാലാവസ്ഥയുടെ കെടുതികൾ വന്നപ്പോഴും ഒക്കെയും കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ സൂക്ഷിച്ച നമ്മുടെ ദൈവത്തിന് സ്നേഹത്തോടെ ഹല്ലേലൂയ പറയാൻ പറ്റും. ആമേൻ. പറഞ്ഞ യേശുവേ നന്ദി. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ കൊച്ചിയിലുള്ള ആൻറ്റിമാരെല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിലെ കൊച്ചിയിലുള്ള എല്ലാവരും തന്നെ ഇവിടെ വന്നിട്ടുണ്ട്.
സ്തോത്രം. കർത്താവ് നമ്മളെ ചേർന്ന് നിന്ന് അനുഗ്രഹിക്കും. സ്തോത്രം. പ്രത്യേകിച്ചും ഞാൻ നമ്മുടെ തിമോത്തിയുടെ പപ്പായും മമ്മിയെയും കണ്ട് ഒത്തിരി സന്തോഷിക്കുന്നു. കർത്താവ് നിങ്ങളെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ മുതൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദേവദാസൻ്റെ മകനാണ് തിമോത്തി എന്നറിഞ്ഞപ്പോൾ മുതൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി സന്തോഷമായ ദൈവം നല്ലവനാണ്. ആമേൻ. ഹല്ലേലൂയ. ഒട്ടും സമയം കളയാതെ, ചൂട് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഉണ്ടെന്നുള്ളവർ കരമുയർത്തിയേ. ഹല്ലേലൂയ. ഈ ചൂട് കർത്താവിൻ്റെ പകൽ മേഘസ്തംഭമായും. എന്തിനാ മേഘസ്തംഭം? മരുഭൂമിയിൽ ചൂട് വന്നപ്പോൾ ആ ചൂട് തൻ്റെ ജനത്തെ തൊടാതെ തണലായി. മരുഭൂമിയിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ. വർഷങ്ങൾ മരുഭൂമിയിൽ ജോലി ചെയ്ത, ഒമാനിലും ഖത്തറിൽ, സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്ത ആളാണ് ഞാൻ. അതുകൊണ്ട് മരുഭൂമിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. മരുഭൂമിയിലെ കാലാവസ്ഥ, തണുപ്പ് വരുമ്പോൾ എങ്ങനെയാണെന്നും ചൂട് വരുമ്പോൾ എന്താണെന്നും പകൽ എന്താണെന്നും രാത്രി എന്താണെന്ന് നന്നായിട്ട് അറിയാം. പകൽ കത്തുന്ന 50 ഡിഗ്രി അല്ല 55 ഡിഗ്രി കത്തി നിൽക്കുന്ന സൂര്യൻ്റെ ചൂടേൽക്കാതെ തൻ്റെ ജനത്തെ തണൽ വിരിച്ച് നടത്തിയ ദൈവമാണ്. ആമേൻ. രാത്രി കൊടും തണുപ്പ് വരുമ്പോൾ അവിടെ തീ സ്തംഭമായി, അഗ്നി തൂണായി തൻ്റെ ജനത്തിന് ചൂട് പകർന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ആ പരിശുദ്ധാത്മാവാം ദൈവം, ആ ദൈവത്തിൻ്റെ നമ്മളിവിടെ തുടങ്ങി വെച്ച ഈ ഹാളിൽ നമ്മൾ ഷിഫ്റ്റ് ഇവിടേക്ക് ആരാധന തുടങ്ങിയ അന്ന് മുതൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല, ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാനതിന് ഹെഡിങ് കൊടുക്കാൻ മറന്നുപോയി. ഇന്ന് ഞാനത് പറയാം. നമ്മൾ തുടങ്ങി വെച്ച ഒരു മെസ്സേജ്, ഒരു ശുശ്രൂഷ കഴിഞ്ഞ 2 ആഴ്ചയാണ് നമ്മളിവിടെ ആരാധിക്കുന്നത് അല്ലേ. ഇവിടെ ആരാധിക്കാൻ തുടങ്ങിയ ആദ്യത്തെ ഞായറാഴ്ച എടുത്ത വചനം ഏതാണെന്ന് അറിയാവോ? അല്ലെങ്കിൽ ആ തീം, ആ മെസ്സേജ് ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? എന്തിനെക്കുറിച്ച് എടുത്തെന്ന് ആർക്കെങ്കിലും അറിയാവോ? ദൈവദാസന്മാർക്ക് അറിയാവോ? സ്തോത്രം. നമ്മൾ ആദ്യത്തെ ആഴ്ച എടുത്തത് ഇയ്യോബിൻ്റെ പുസ്തകം 28:10 നിന്നാണ് തുടങ്ങിയത്. അവൻ പാറകളുടെ ഇടയിൽ കൂടി നടകളെ വെട്ടുന്നു, അവരുടെ കണ്ണ് വിലയേറിയ വസ്തുക്കളെ കാണുന്നു. എന്നിട്ട് പാറകളുടെ ഇടയിൽ കൂടെ നടയല്ല നദികളെ വെട്ടുന്നു. ഇംഗ്ലീഷിൽ ദേ ഡഗ് ചാനൽസ് എമോങ് ദ റോക്ക്. അവർ പാറകളുടെ ഇടയിൽ കൂടെ, പാറ വെട്ടിയാൽ എന്താണ് കിട്ടുന്നത്? സ്റ്റെപ്പാണോ വെള്ളമാണോ കിട്ടുന്നത്? ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് കുടിപ്പാൻ വേണ്ടി ഈ യഹോവയാം ദൈവം, ഈ ദൈവം ഒരിക്കൽ വെള്ളമായി ഇറങ്ങി വന്നതാ. ആമേൻ. താങ്ക് യു ലോർഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ ചിലർ ചേർന്ന് ക്രിസ്തുവെന്ന പാറയെ വെട്ടിയപ്പോൾ എന്ത് പുറപ്പെട്ടു? വെള്ളം പുറപ്പെട്ടു. ആമേൻ. ആ വെള്ളത്തിൻ്റെ ഇടയിൽ അവരെന്ത് കണ്ടു? വിലപ്പെട്ട ചില വസ്തുക്കളെ കണ്ടു. ആമേൻ. അതിനെക്കുറിച്ചായി ഇന്ന് അഖിൽ ബദർ പറഞ്ഞത്, പത്മോസിൽ ഏകാന്തതയിൽ ഇരുന്ന യോഹന്നാൻ 11 പേര് കാണാത്തൊരു കാഴ്ച കണ്ടു. വിലപ്പെട്ട ചിലത് കണ്ടു. ആമേൻ. മാറത്ത് പൊൻകച്ച കെട്ടിയ, വെള്ളോട്ടിന് സദൃശ്യമുള്ള പാദങ്ങളുള്ള 7 നിലവിളക്കിൻ നടുവിൽ രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശുവിനെ കണ്ടു. ആമേൻ. വിലപ്പെട്ട ചിലത് കണ്ടു. വിലപ്പെട്ട ചിലത് കാണണോ? കമോൺ ചർച്ച്. വിലപ്പെട്ട ചിലത് കാണണമോ? ആമേൻ. അതിന് പിടിച്ചുകൊണ്ട് കിടക്കുന്ന ചിലത് വിടണം. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ പൂർണ്ണമായും വിട്ടുകൊടുക്കണം. ആമേൻ. ദൈവത്തെ ബുദ്ധി കൊണ്ട് അളക്കരുത്. ദൈവത്തെ മനുഷ്യൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്ത് ദൈവത്തെ ഒതുക്കി വെക്കരുത്. പെന്തക്കോസ്റ്റിൽ കണ്ടും ശീലിച്ചും പഠിച്ചതായ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് പോകരുത്. ആമേൻ. ഈ ദൈവത്തിൻ്റെ പേരാണ് എൽ ഷദായ്. അവൻ സർവശക്തനായ ദൈവമാകുന്നു. ആമേൻ. തന്നാൽ അസാധ്യമാതൊന്നുമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പറഞ്ഞ ദൈവത്താൽ അസാധ്യമാതൊന്നുമില്ലെന്ന് പറഞ്ഞേ. ശബ്ദം പ്രതി പറ. അപ്പോൾ തന്നെ ചില കെട്ടൊക്കെ അങ്ങ് പോട്ടെ. ദൈവത്താൽ അസാധ്യമായത്, there is nothing is impossible with God. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ വിലപ്പെട്ട വസ്തുക്കൾ അവർ കാണുവാനിടയായി. തുടർന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വെള്ളം എന്ന ഒരു സിമ്പലിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ എടുത്തത്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? വെള്ളം എന്നൊരു സിമ്പലിനെ കുറിച്ചാണ് എടുത്തത്. എന്നിട്ട് അതിന് ശേഷം സങ്കീർത്തനം 65:10 വന്നു. അവിടെ അവൻ തൻ്റെ മുൻമഴയാൽ അതിനെ നനയ്ക്കുന്നു, തൻ്റെ കട്ടകളെ ഉടച്ച് നിരത്തുന്നു. അതിൻ്റെ കട്ടകളെ അവൻ മുൻമഴയാൽ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, അതിൻ്റെ കട്ട ഉടച്ച് നിരത്തുന്നു. എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ദൂതുകൾ കേട്ടു. ആമേൻ. വയലിൽ വിത്ത് വിതയ്ക്കണമെങ്കിൽ ഉണങ്ങിക്കിടക്കുന്ന വയൽ ആദ്യം എന്ത് ചെയ്യണം? കീറണം അല്ലേ? അതിനാണ് ഉഴുതുമറിക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് വിത്ത് വിതയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. വിത്ത് പൊട്ടി മുളയ്ക്കണമെങ്കിൽ വിത്തിൻ്റെ ഈ നിലത്തിൽ എന്ത് വേണം? നനവ് വേണം. ആമേൻ. അപ്പോൾ ഒരു ട്രാക്ടർ വന്ന് ഒരു കൃഷിസ്ഥലം ഉഴുതുമറിച്ചാലും മണ്ണ് എല്ലാം മണ്ണായി കിടക്കത്തില്ല, കട്ടയായിട്ട് കിടക്കത്തുള്ളൂ. ഈ കട്ട എന്ത് ചെയ്യണം? കുതിരണം എന്തു വരണം? വെള്ളം വരണം. ആമേൻ.
എന്നിട്ടാണ് വെള്ളം വന്ന് അത് ക്ലിയർ ആയി കഴിയുമ്പോഴാണ്, നനഞ്ഞു കഴിയുമ്പോഴാണ് അത് നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, വിത്ത് വിതയ്ക്കുന്നത്. അതിന് യേശു പറഞ്ഞു, നല്ല നിലത്തു വീണ വിത്ത് 30, 60, 100 മേനിയായി ഫലം പുറപ്പെടുവിക്കുക. ആമേൻ. ഈ 30, 60, 100 എന്നൊരു ഒരു വചനത്തിൽ നിന്ന്, ഒരു വാക്കിൽ നിന്ന് ഞാൻ ദൂത് പറയാൻ പോകുക. ആവശ്യമുള്ള പിടിച്ചോണം. ആമേൻ. ഇന്ന് ദൈവത്തിൻ്റെ മറ്റൊരളവിലുള്ള ദൈവശക്തി 30ആയി 60ആയി ചിലരുടെ മേൽ 100ആയിട്ടൊന്ന് വെളിപ്പെടും. ആമേൻ. In the name of Jesus. Thank you, Holy Spirit. ആമേൻ. അന്ന് ആ ഞായറാഴ്ച നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ സൺഡേ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ എടുത്ത ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ നമ്മൾ എടുത്തു. അവിടെ നമ്മൾ എന്താ ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചത്? ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. നമുക്കൊരു ശീലമുണ്ട്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട എന്ന് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, അടുത്ത വാക്ക് വായിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ അതില്ലാതെ നമ്മൾ അടുത്ത വാക്ക് വായിച്ചു. കർത്താവ് പറഞ്ഞത് മാത്രം പറഞ്ഞാൽ മതി. ആമേൻ. കർത്താവ് പറഞ്ഞ എങ്ങനെയാണ്? ഞാനിതാ പുതിയതൊന്ന് പറഞ്ഞേ, ആവശ്യമുള്ളവർ പറഞ്ഞേ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പുതിയ ചില ചെയ്യാൻ പോകുകയാ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറ, മൈ ഗോഡ് ഈസ് ഗോയിങ് ടു സംതിങ് ന്യൂ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് പുതിയ ചെയ്യാൻ പോകുകയാ. എന്നിട്ട് അത് പിന്നത്തേക്ക് മാറ്റിവെക്കല ചെയ്ത് അത് ഇപ്പോൾ തന്നെ ഉത്ഭവിച്ചിരിക്കുന്നു. യെസ്, അങ്ങനെ ചില പുതിയ വാർത്തകൾ ദൈവജനം കേൾക്കാൻ പോകുക, പുതിയ ചില അനുഭവങ്ങൾ ദൈവജനം കാണാൻ പോകുക, പുതിയ ചില റിസൾട്ടുകൾ ദൈവത്തിന്റെ ജനം ആമേൻ പുതിയതൊന്നും ചെയ്യാൻ പോകുന്നു. മരുഭൂമിയിൽ ഞാൻ നീരൊഴുക്കുകളെയും നിർജ്ജന പ്രദേശത്ത് നദികളെയും ഞാൻ പകരും. എൻ്റെ ജനത്തിന് കുടിപ്പാൻ തക്കവണ്ണം ഞാൻ അതിന് ആഹാരമായി നൽകും. അപ്പോൾ കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും ദൈവമായ യഹോവയെ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച സമയം തീർന്നു, അതുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തി. ഇന്നും അതേ മെസ്സേജിൽ നിന്ന് പോകും. ഇന്നെന്നല്ല, എത്ര സൺഡേ പോകുമെന്ന് അറിയത്തില്ല. ഇന്ന് ഞാൻ അതിനെ കർത്താവ് എനിക്ക് ഭരമേൽപ്പിച്ച ഒരു ശുശ്രൂഷ ഇവിടെ തികയ്ക്കുന്നത് വരെ ഇത് തന്നെ പോകും. അതിനൊരു ഹെഡിങ്, ആ മെസ്സേജിൻ്റെ ആ ശുശ്രൂഷയുടെ തീമെന്ന് പറഞ്ഞ ഇതാണ്, പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളും. ഒരാമേൻ പറ. ക്ലാസ് അല്ല, ഇത് അനുഭവമാണ്. ഓരോ സെക്ഷനിലും ആത്മപകർച്ച ഉണ്ടായിരിക്കും, ഓരോ സെക്ഷനിലും ഇന്നർ ഹീലിംഗ് ഉണ്ടായിരിക്കും, ഓരോ സെക്ഷനിലും കെട്ടുകൾ പൊട്ടും. അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിക്കും, അന്യഭാഷ ലഭിക്കാത്തവർ അന്യഭാഷ ലഭിക്കും, കൃപാവരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ കൃപാവരങ്ങൾ പ്രാപിക്കും. പ്രവചനമാണെങ്കിൽ പ്രവചനം, ആമേൻ. അന്യഭാഷ വ്യാഖ്യാനമാണെങ്കിൽ അത്, ദർശനമാണെങ്കിൽ അത്, രോഗശാന്തിയുടെ വരമാണെങ്കിൽ അത്. ഓരോരുത്തരും ദൈവത്തോട് എന്ത് ചോദിക്കുന്നുവോ, ദൈവവുമായിട്ട് നിങ്ങളുടെ ബന്ധം എങ്ങനെയാണോ, ദൈവം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണോ, അതനുസരിച്ച് ഓരോ സെക്ഷനിലും ദൈവപ്രവൃത്തി വെളിപ്പെടും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാം എല്ലാവർക്കും വേണ്ടിയല്ല. മുട്ടുന്നവനെ എന്ത് ചെയ്യത്തുള്ളൂ? ആമേൻ. കരയുന്ന കുഞ്ഞിന് എന്ത് കിട്ടത്തുള്ളൂ? അന്വേഷിക്കുന്നവന് മാത്രമേ, ദാഹിക്കുന്നവന് മാത്രമേ കുടിക്കാൻ വെള്ളം കിട്ടത്തുള്ളൂ. ആമേൻ. കാഴ്ചക്കാരായിരിക്കുന്നവർ കാഴ്ചക്കാരായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. കയ്യും കെട്ടിയിരിക്കുന്നവർ കയ്യും കെട്ടിയിരിക്കും. വചനം പറയുന്നു, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ ക്രിസ്തുയേശുവിന് ആളോളം അതിനെ തികയ്ക്കും. ആമേൻ, ഹല്ലേലൂയ. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന അതിന് തുടർച്ചയാണ്. ഇനി ഞാൻ ഇതിന് ഹെഡിങ് കൊടുക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവും പ്രവൃത്തികളും. ഓക്കെ, വെള്ളം എന്ന സബ്ജക്റ്റാണ് കഴിഞ്ഞ 2 ഞായറാഴ്ച എടുത്തത്. ഇന്നും അതിനെ എടുക്കാൻ പോവുകയാണ്. വെള്ളം എന്ന സബ്ജക്റ്റ് കഴിയുമ്പോൾ നമ്മൾ കാറ്റ് എന്നൊരു വിഷയത്തിലൂടെ കിടക്കും. പ്ലീസ് ഇങ്ങോട്ട് നോക്കാം എല്ലാവരും. വെള്ളം എന്നൊരു വിഷയം തീരുമ്പോൾ കാറ്റ് എന്നൊരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കും. അത് കഴിയുമ്പോൾ തീ എന്നൊരു വിഷയത്തിലൂടെ കടക്കും. അതിനുശേഷം എണ്ണ എന്നൊരു വിഷയത്തിലൂടെ നമ്മൾ കടക്കും. ഏറ്റവും ഒടുവിൽ മഞ്ഞ് എന്ന വിഷയത്തിലൂടെ കിടക്കും. പരിശുദ്ധാത്മാവിൻ്റെ സിംബലുകളിൽ പ്രധാനപ്പെട്ട വേദപുസ്തക അടിസ്ഥാനത്തിൽ ഇനിയുമുണ്ട് വീഞ്ഞ് ഉണ്ട്. പരിശുദ്ധാത്മാ സിംബലാണ് വീഞ്ഞ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നൊരു വിഷയത്തെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, 4 മേഖലകളെ തൊട്ടുള്ള മെസ്സേജ് ആയിരിക്കും ഇത്. കർത്താവ് എന്ന് നിർത്താൻ പറയുന്ന അന്ന് വരെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. കാരണം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി, എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് വെച്ചാൽ സഭ ഓരോ ലെവൽ കയറുമ്പോഴും നമ്മൾ ക്രിസ്തുവിൽ അടുത്ത ലെവൽ കയറണം. ആമേൻ,
ഹല്ലേലൂയ. സഭയിൽ ആൾ കൂടുകയോ അല്ലെങ്കിൽ സഭയുടെ ഹോള് മാറുകയോ സഭയുടെ സിസ്റ്റംസിൽ അപ്ഡേറ്റ് ആകുകയോ ചെയ്യാതിരിക്കാം. പക്ഷേ ഒരു ഷിഫ്റ്റ് സ്വർഗം ചെയ്യുമ്പോൾ നമ്മളിൽ ഷിഫ്റ്റ് നടക്കണം. ആമേൻ. നമ്മളിൽ ദൈവം ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ 2 സ്റ്റെപ്പ് വെക്കാൻ നാം തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി 3 സ്റ്റെപ്പ് വെക്കും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ കൂടെ ചലിക്കണം. പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മൂവ് ചെയ്യണം. ദൈവസാന്നിധ്യം ചലിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റണം. അറ്റ്മോസ്ഫിയർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റണം. ആമേൻ. സാന്നിധ്യം ചലിക്കുന്നത് എന്താണ്, എങ്ങനെയാണെന്ന് ആമേൻ ശുശ്രൂഷകന്മാർക്കും ജനത്തിനും കൃപയുള്ളവർക്കും മനസ്സിലാക്കാൻ പറ്റണം. അതിനെ ജനം എന്ന് പറയുന്നത്. ആമേൻ. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ഇങ്ങനെ സെക്ഷൻ ഇവിടെ ആരംഭിച്ചു, 3 വർഷം എടുക്കാത്തൊരു കാര്യം ആരംഭിച്ചു എന്ന് വെച്ചാൽ, ഈ പരിശുദ്ധാത്മാവിൽ മാത്രമേ യേശു ക്രിസ്തു എന്ന ആ പൂർണ്ണ ദൈവത്തെ വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. ആമേൻ. ഒരാമേൻ പറ. അല്ലാതെ യേശുവേ യേശുവേ യേശു എന്ന് വിളിച്ചാൽ ഒന്നും നടക്കത്തില്ല. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ രക്ഷിക്കപ്പെടാൻ പോലും പറ്റത്തില്ല. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയാൻ പോലും പറ്റത്തില്ല. യേശു ക്രൂശിൽ എന്തൊക്കെ ചെയ്തോ, ആമേ, രോഗസൗഖ്യം, പാപത്തിന്റെ മോചനം, ശാപത്തിൽ നിന്നുള്ള വിടുതൽ, ദാരിദ്ര്യത്തിൽ നിന്നുള്ള അനുഗ്രഹം, ഇതെല്ലാം കൊണ്ടുവന്ന് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. വചനത്തെ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവാണ്. ആത്മലോകം തുറക്കുന്ന പരിശുദ്ധാത്മാവാണ്. യേശുവിനെ കാണിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അഭിഷേകം ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാൻ ദൈവമാണ് ഭൂമിയിൽ നിന്ന് ദൈവരാജ്യത്തെയും ദൈവത്തെയും വെളിപ്പെടുത്തുന്നത്. ചേർന്ന് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവേ. ഉറക്കെ ശബ്ദം വരുത്തി പറഞ്ഞ്, പരിശുദ്ധാത്മാവേ. അതുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ എടുക്കും. പരിശുദ്ധാത്മാവിൻ്റെ സിംബലുകളിൽ ഒന്നാമത്തെ സിംബലായ വെള്ളം എന്ന വിഷയമാണ് എടുക്കുന്നത്. ഇന്ന് ഇതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഈ ചേറിട്ടിരിക്കുന്ന റോകളുണ്ടല്ലോ, ഈ റോകൾ 3 ഈ റോകളുടെ ഇടയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തോടൊഴുകുന്ന കണ്ടിട്ടുണ്ടോ? തോടൊഴുകുന്ന കണ്ടിട്ടില്ല മലയാളികൾ. ഹല്ലേലൂയ. തോട് കാരണം മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്ന നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. തോടൊഴുകുന്നത് എന്നൊറ്റ പോക്കാണോ പോകുന്നത്? അല്ല, ഇതുപോലെ റോകളെ വളഞ്ഞ് ഒഴുകി ഇന്ന് വെള്ളം പുറപ്പെട്ടു വരും. ആവശ്യമുള്ളവരെല്ലാം കുടിച്ചോണം. ആമേൻ. ആവശ്യമുള്ളവരെല്ലാം കൈയും കെട്ടിയിരിക്കാതെ ആ വെള്ളത്തിൽ നിന്ന് പ്രാപിച്ചോണം, ആ വെള്ളത്തിൽ നിന്ന് കുടിച്ചോണം. Mighty name of Jesus. Raikaba shakalaba asmara para chera thula masiyamte. ആമേൻ. ഞാൻ ആദ്യമേ നിങ്ങളോട് റോൾ കോൾ ചോദിക്കുവാണ്. അഭിഷേകം അടുത്ത അളവിൽ, അല്ലെങ്കിൽ അഭിഷേകം, ഇന്ന് ആത്മലോകത്തിൽ അഭിഷേകം, ഒരു വ്യക്തി അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെന്ന്. ഇപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും കർത്താവ് ഒരു ദൂത് പറയണമെങ്കിൽ, ഒരാളെ എഴുന്നേൽപ്പിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റാൽ, അല്ലെങ്കിൽ കർത്താവ് ആരെങ്കിലും തൊട്ടാൽ, ഞാൻ ആരോടെങ്കിലും ഇത് കൈവയ്ക്കാൻ പറയുമോ? പറയത്തില്ല. ആരോടാ പറയുന്നേ? അതെ, അഭിഷേകമുള്ള ലീഡർഷിപ്പിൽ നിൽക്കുന്നവരോട് എന്ത് ചെയ്യത്തുള്ളൂ? അത് സഹോദരിമാരാകാം, സഹോദരന്മാരാകാം. കാരണം എന്താണ്? അവർക്കാണ് ഒരു അതോറിറ്റി ഉള്ളത്. എന്തുള്ളത്? യേശുവേ എന്ന് വിളിച്ചാൽ അധികാരം ഉണ്ടാകണമെന്നില്ല. യേശു ക്രിസ്തുവിനുള്ള അധികാരത്തെ വെളിപ്പെടുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. ആമേൻ. അപ്പോൾ അഭിഷേകം, ഒരു വ്യക്തി അഭിഷേകം പ്രാപിച്ചു എന്നതിൻ്റെ ആത്മീയ ലോകത്തെ ഒരു അടയാളമായി കാണിക്കുന്നത് എന്താണ്? കാണുന്നത് എന്താണ്? പറഞ്ഞേ, ആ ഭാഷ എന്ന് പറഞ്ഞേ. അന്യഭാഷ. ആമേൻ. അന്യഭാഷയാണ് ഒരടയാളമായി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വ്യക്തി അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെന്നുള്ള ചിലർക്ക് അത് അന്യഭാഷ ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷേ അന്യഭാഷ എളുപ്പത്തിൽ പ്രാപിക്കാൻ പറ്റുന്ന, ദാഹമുണ്ടെങ്കിൽ കിട്ടുന്ന, അളവില്ലാതെ കൊടുക്കുന്ന, ദൈവം പകരുന്ന ഒരു ഭാഷയാണ് അന്യഭാഷ. അന്യഭാഷയെക്കുറിച്ച് പറയുന്നത് ഇസ് ദ കീ ഓഫ് ദ കിങ്ഡം. ഇത് ദൈവരാജ്യത്തിലേക്കുള്ള താക്കോലാണ് അന്യഭാഷ. ആമേൻ. ഈ ഭാഷ നിനക്ക് കിട്ടിയാൽ ഈ ഭാഷ വെച്ച് മറ്റു പലതും തുറന്നെടുക്കാൻ പറ്റും. ആമേൻ. എത്ര മനസ്സിലാവുന്നുണ്ടോ? പ്രവചനം ആഗ്രഹമുണ്ടോ? അന്യഭാഷ കൊണ്ട് തുറന്നെടുക്കാൻ പറ്റും. രോഗശാന്തി ആഗ്രഹമുണ്ടോ? അന്യഭാഷ കൊണ്ട് പ്രാർത്ഥിച്ച് തുറന്നെടുക്കാൻ പറ്റും. ആമേൻ. ഭൂതങ്ങളെ മേൽ അധികാരം വേണോ? അന്യഭാഷ കൊണ്ട് പ്രാർത്ഥിച്ച് അതിനെ അധികാരം ഏറ്റെടുക്കാൻ പറ്റും. അന്യഭാഷ ദൈവം തരുന്ന നമ്മുടെ സകല പ്രവൃത്തികളെയും ആമേൻ സ്പർശിക്കുന്ന, അത് ആക്ടിവേറ്റ് ആകുന്ന ഒരു മണ്ഡലമാണ് ആത്മമണ്ഡലം. ആമേൻ. ഹലോ, എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട് പറയുന്നത്? അതായത് നമ്മൾ ചലിക്കുമ്പോൾ അതിനൊത്തവണ്ണം ചലിക്കുന്ന ഒരാത്മമണ്ഡലമാണ് നമ്മുടെ ആത്മമണ്ഡലം. ആമേൻ. അത് മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള വിഷയമല്ല. പക്ഷെ നാം ദൈവമക്കളായതുകൊണ്ട്
നമ്മുടെ നോട്ടത്തിന് പ്രസക്തിയുണ്ട്, നമ്മുടെ നാവിന് പ്രസക്തിയുണ്ട്, നമ്മുടെ പ്രവർത്തികൾക്ക് പ്രസക്തിയുണ്ട്. നാം എന്തു കാണുന്നു, സമയം എന്തിന് ചെലവഴിക്കുന്നു, നാം എങ്ങനെ ആയിരിക്കുന്നു, ഒരു ദിവസം, ഒരു മിനിറ്റ്, ഒരു മണിക്കൂർ, എങ്ങനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തികൾ, എങ്ങനെയാണ് നമ്മൾ സമയം ചെലവഴിക്കുന്ന, എല്ലാം ആത്മമണ്ഡലം സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒരു തെർമോസ്റ്റാറ്റ് ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നത് പോലെ നമ്മുടെ നമ്മുടെ നാവിൽ സ്തുതി വരണം, നമ്മുടെ വീട്ടിൽ ആ സാന്നിധ്യം ഉണ്ടായിരിക്കണം, നമ്മുടെ വീട്ടിൽ ആരാധനയും പ്രാർത്ഥനയും ഉയരണം. ആമേൻ. നമ്മുടെ വീട്ടിൽ വചന ശബ്ദങ്ങൾ ഉയരണം. നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമ്മുടെ ലൈഫിൽ എന്താണോ കിടന്ന് കറങ്ങുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ വീട്ടിലും നമ്മുടെ ലൈഫിലും വെളിപ്പെടുന്നത്. ആമേൻ. അതുകൊണ്ട് അന്യഭാഷയാണ് അടയാളമായിട്ട് കാണിക്കുന്നത്. ഈ അന്യഭാഷയും അഭിഷേകത്തിൻ്റെ അടുത്തൊരു തലവും ആഗ്രഹിക്കുന്ന എത്ര പേരെ തിരിപ്പുണ്ട്? ഞാൻ ഇതാണ് ഓൾട്ടർ കോൾ തരാൻ ആഗ്രഹിക്കുന്നത്. ആത്മപകർച്ചയുടെ അഭിഷേകത്തിൻ്റെ അടുത്ത ഒരു നെക്സ്റ്റ് ലെവൽ. എല്ലാവരും കൈതാത്തിയുടെ ഇനി അന്യഭാഷ പ്രാപിക്കാത്ത, സ്നാനപ്പെട്ടിട്ട് അന്യഭാഷ വരം ലഭിക്കാത്ത ആരെങ്കിലും തിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ കരം ഉയർത്തിയേ. ഒരാളേ ഉള്ളൂ. ആമേൻ. 2 പേര്. സ്തോത്രം. ആമേൻ. ഒരു കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? കൃപാവരങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത ഒരു കൃപാവരങ്ങളും, അതെ, ഒരു ലീഡർഷിപ്പിലേക്ക് കയറാൻ, ശുശ്രൂഷയിലോട്ട് കയറാൻ, കർത്താവിനെ വിളിച്ചു പറയാൻ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. താത്തിയിട്ടാട്ടെ. ഇന്ന് ഈ ജീവനദി പുറപ്പെടുമ്പോൾ ആമേൻ ഇതിൽ നിന്ന് കോരി കുടിച്ചോണം. ആമേൻ. ചാടി പിടിച്ചോണം. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കണം. നമുക്ക് വായിക്കാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18, 19, 20 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദിയും നൽകിയിരിക്കുന്നതുകൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. ഇതാ ഞാൻ പുതിയതൊന്ന്, 19-ാമത് വാക്യം തൊട്ട് വായിച്ചാൽ മതി. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഞാൻ മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും. ആമേൻ. മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത്, പറഞ്ഞ ആ പദം മാത്രം പറഞ്ഞ മരുഭൂമിയിൽ വഴി. എന്നോട് ചേർന്ന് പറ, ഉറക്കെ പറ. മരുഭൂമിയിൽ വഴി. അടുത്ത നിർജ്ജന പ്രദേശത്ത് നദികൾ. ഒന്നുകൂടി പറ, നിർജ്ജന പ്രദേശത്ത് നദികൾ. ഹല്ലേലൂയ. കഴിഞ്ഞ അടച്ചെടുക്കാൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബാക്കി ആത്മീയ മർമ്മങ്ങളിലേക്ക് പ്രാർത്ഥനയോടിരുന്നാൽ നമുക്ക് കയറാൻ പറ്റും. ദൈവത്തിൻ്റെ യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് എഴുതി വെച്ച പ്രവചനമാണിത്. ഇത് അന്ന് സംഭവിച്ച കാര്യമല്ല, ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. സംഭവിക്കാൻ പോകുന്നതിനെയാണ് പ്രവചനം എന്ന് പറയുന്നത്. ആമേൻ. സംഭവിച്ച ശേഷം ഞാൻ കണ്ടു അല്ലെങ്കിൽ ഞാൻ കേട്ടു എന്ന് ദൈവം ഒരുപക്ഷെ ദൈവം കാണിച്ചിട്ടോ ദൈവം സംസാരിച്ചിട്ടോ മറന്നുപോയതായിരിക്കാം. പക്ഷെ അതിന് പ്രസക്തിയില്ല. ആമേൻ. ഒരു പ്രവചനമാകണമെങ്കിൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് കൃത്യമായ സമയത്തിന് മുമ്പിൽ പറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ 700 വർഷം മുമ്പേ, 1-2 വർഷമല്ല, 700 വർഷം മുമ്പേ യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചു. ആമേൻ. ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു. അതിനു മുമ്പ് ഇസ്രായേൽ ജനം വരൾച്ച ഉണ്ടായപ്പോൾ വരൾച്ച അനുഭവിച്ചു. ദേശത്ത് ക്ഷാമം വന്നപ്പോൾ ക്ഷാമം അനുഭവിച്ചു. ഒരിക്കൽ ഒരു ദൈവദാസൻ പ്രവാചകൻ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് തിശ്ബനായ ഏലിയാവ്. ഏലിയാവ് വന്നിട്ട് മഴ പെയ്യുന്ന, മഞ്ഞ് പെയ്യുന്ന ദേശത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ പറയാതെ ഈ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അതായത് പെയ്തുകൊണ്ടിരുന്ന മഞ്ഞിനെയും മഴയെയും അടച്ച പ്രവാചകന്മാരുള്ള നാടായിരുന്നു ഇസ്രായേൽ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അത് ആത്മീയ അധികാരമാണ്. അവരുടെ മേലുള്ള ദൈവം കൊടുത്ത അഭിഷേകമാണത്.
എന്നാൽ വരൾച്ച ഉണ്ടായപ്പോൾ പിന്നീട് ഇതേ ഏലിയാവ് തന്നെ കർമ്മേലിന്റെ പർവ്വതത്തിൽ ചെന്ന് ബാലിന്റെ പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി സത്യദൈവം, ജീവനുള്ള ദൈവം ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടി യാഗപീഠമുണ്ടാക്കി. യാഗപീഠത്തിൽ കാളയെ വെട്ടി നുറുക്കി, തോടുണ്ടാക്കി, വെള്ളമൊഴിച്ചു, വിത്തിട്ടു, വിറകടുക്കി. അവിടെ ബാലിന്റെ പ്രവാചകന്മാർ നിന്ന് ചോര ഒഴുകി പ്രാർത്ഥിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. ഇവിടെ ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിതു. യാഗപീഠം പണിതു. ആമേൻ. അത് ആരോട് ദൈവം സംസാരിക്കുവാണല്ലോ. ഇടിഞ്ഞു കിടന്ന യാഗപീഠം എന്ത് ചെയ്യണം? ആമേൻ. ബാക്കി എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യണം? ആമേൻ. ഇവിടെ ഇന്ന് വർഷിപ്പ് ലീഡർ വർഷിപ്പ് ചെയ്യുമ്പോൾ വന്ന വഴി നേരെ അങ്ങ് ക്ലിയർ ആണെങ്കിൽ പാടണം, അതല്ലെങ്കിൽ ആദ്യം ഒന്ന് ശരിയാക്കണം. ആമേൻ. സ്തോത്രം. അവിടെ സാന്നിധ്യം വെളിപ്പെടും. ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിതു. ഇസ്രായേലിന്റെ ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 കല്ലെടുത്ത് അടുക്കി വെച്ചു. ആമേൻ. കാരണം പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെട്ടത് മൊത്തം ഇസ്രായേലിന്റെ പിതാക്കന്മാരുടെ നാമത്തിലാണ്, ഇസ്രായേൽ ഗോത്രത്തിന്റെ പേരിലാണ്. ആമേൻ. അതുകൊണ്ട് ഇന്ന് യേശുവിന്റെ നാമത്തിൽ മാത്രമേ ദൈവരാജ്യം ചലിക്കത്തുള്ളൂ, ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കത്തുള്ളൂ. എങ്കിൽ പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവേ എന്ന് വിളിക്കുമ്പോഴാണ് ദൈവം ഉത്തരമരുളുന്നത്. ആമേൻ. അപ്പോൾ ഇസ്രായേലിന്റെ ഗോത്രസംഖ്യക്കൊത്തരം 12 കല്ലെടുത്ത് അടുക്കി വെച്ചു. എന്നിട്ട് ഒരു സെയാ വിത്ത് വിതപ്പാൻ തക്കവണ്ണം തോടുണ്ടാക്കി, വിസ്താരത്തിൽ തോടുണ്ടാക്കി, അതിൻ്റെ അകത്ത് നിറഞ്ഞ് ഒഴുകുന്ന നിലവാരത്തിൽ വെള്ളമൊഴിച്ചു. എന്നിട്ട് പച്ച വിറകടുക്കി വെച്ചു. ഒടുവിൽ ഏലിയ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, നീ തന്നെയാണ് സത്യദൈവമെന്ന് വെളിപ്പെടാൻ തീ കൊണ്ട് ഉപ്പരമരളമേ. ആ നിമിഷം ആ തോടടക്കം വറ്റിപ്പോകുന്ന നിലവാരത്തിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. അടുത്ത നിമിഷം ശ്രദ്ധിക്കണം, ഏലിയാവ് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ദേശത്ത് എന്തില്ലാത്തത്? മഞ്ഞും മഴയും ഇല്ലാത്തത്. മഞ്ഞും മഴ ഇല്ലാതെ വന്നപ്പോൾ ജനം വന്നിട്ടും മാനസാന്തരപ്പെടുന്നില്ല. ഒടുവിൽ ഏലിയാവ് തന്നെ വന്ന് പറഞ്ഞു, വാ നമുക്കൊന്ന് നോക്കാം, പരീക്ഷിക്കാം ആരാ സത്യദൈവമെന്ന്. അങ്ങനെ ഏലിയാവ് തന്നെ പ്രാർത്ഥിച്ചു. ഏലിയാവ് തന്നെ തീ ഇറങ്ങി. ആമേൻ. അപ്പോൾ ഏലിയാവ് ഈ ബാലിന്റെ പ്രവാചകന്മാരെല്ലാം കൊന്ന ശേഷം തന്റെ ശിഷ്യനോട് പറഞ്ഞു, താഴെ കടലിൽ പോയി നോക്ക്, വല്ലതും കാണുന്നുണ്ടോ? താൻ മുഴങ്കാലും അടക്കി പ്രാർത്ഥിച്ചു. 7 പ്രാവശ്യം കണ്ടപ്പോൾ ശിഷ്യൻ വന്ന് പറഞ്ഞു, കൈ പോലൊരു മേഘം പൊങ്ങി വരുന്നുണ്ട്. ആമേൻ. എന്താണ്? ദൈവം തീ കൊണ്ട് ഉത്തരമരളിയപ്പോൾ ക്ഷാമം മാറുകയാ. ആമേൻ. വരൾച്ച മാറുകയാ. സ്തോത്രം. ദൈവം ദൈവമാണെന്ന് വെളിപ്പെട്ടപ്പോൾ ദേശത്തിന്റെ സ്ഥിതി മാറുകയാ. ആമേൻ. ഇങ്ങനെയാണ് മരുഭൂമിയിൽ ഇതിനു മുമ്പ് ഒരു നീരൊഴുക്ക് അല്ലെങ്കിൽ ഒരു നദി അല്ലെങ്കിൽ ഒരു വെള്ളത്തിന്റെ അനുഭവം ഉണ്ടായത്. ഇങ്ങനെയാണ്. ആമേൻ. അതായത് പെയ്തുകൊണ്ടിരുന്ന മഞ്ഞും മഴയും അടച്ചിട്ട് മരുഭൂമിയെ ചുട്ടു പഴുത്തു പൊള്ളുന്ന വരണ്ട നിലമായ ശേഷം ദൈവത്തിന്റെ അഭിഷിക്തം പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ വെള്ളത്തിന്റെ ഒരു അനുഭവം ഉണ്ടായത്. കൊടിയ മഴയുണ്ടായി. സ്തോത്രം. പക്ഷേ ഏഷ്യ പ്രവാചകൻ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ പുതിയതൊന്ന് ചെയ്യും. ആമേൻ. ഇവിടെയാണ് ഈ പ്രവചനത്തിന്റെ പ്രസക്തി ഇരിക്കുന്നത്. എന്താണ് പുതിയത്? പറ. പുതിയത്. ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ ആവശ്യമുണ്ടോ? ആമേൻ. പുതിയ അഭിഷേകത്തിന്റെ ആവശ്യമുണ്ടോ? പുതിയ അനുഗ്രഹത്തിന്റെ ആവശ്യമുണ്ടോ? പുതിയ ലീവിംഗ് സ്റ്റാർട്ട് ജീവിത നിലവാരത്തിന് ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. ആമേൻ. അതിന് ആമേൻ പറഞ്ഞു സ്വീകരിക്കണം. ദൈവം പുതിയ ചെയ്യുന്ന ദൈവമാണ്. എന്താണ് പുതിയതെന്ന് പറയാൻ കാര്യം? നമ്മുടെ ദൈവം റിപ്പീറ്റഡായി ചെയ്യുന്ന ദൈവമല്ല. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നും ഒരേ 2 ഭാഷ, എന്നും ഒരേ നിലവാരത്തിലുള്ള മുറിപ്രവചനം, എന്നും ഒരേ പാട്ട്, എന്നും ഒരേ കൃത്യത, എന്നും ഒരേ ജീവിത സ്റ്റാറ്റസ്, എന്നും കുന്നും ഒരേ തട്ടിമുട്ടിയുള്ള ജീവിതം. നോ. ദൈവം ഉയർത്തുന്ന ദൈവമാണ്. ദൈവം ആമേൻ നമ്മുടെ ജീവിതത്തെ ആമേൻ മാറ്റി മറിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ ആത്മീയതയെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളിൽ വർധനവുണ്ടാക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ നിലവാരത്തെ മാറ്റുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ ആത്മീയ റാങ്കുകളെ മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട പോലെയാണ് ഇപ്പോഴും ഇരിക്കുന്നെങ്കിൽ ഓർത്തോണം, ആ വ്യക്തി 1 ഇഞ്ച് വളർന്നിട്ടില്ല. ആ വ്യക്തി ദൈവത്തെ അറിഞ്ഞിട്ടില്ല. രക്ഷിക്കപ്പെട്ട് കാണും, സ്നാനപ്പെട്ട് കാണും, പക്ഷെ ദൈവം ആരാന്ന വ്യക്തി അറിഞ്ഞിട്ടില്ല.
ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ആമേൻ എന്നും ഒരേപോലെ ഇരിക്കത്തില്ല. ഒരു ദൈവ പൈതൽ വളർന്നുകൊണ്ടേയിരിക്കും. ആമേൻ. ഒരാമേൻ പറഞ്ഞ്. അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം നമ്മുടെ ദൈവം പുതിയത് ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം പറഞ്ഞ്. ആമേൻ. അതുകൊണ്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാനിത് പുതിയത്. ഇത് ആരെക്കുറിച്ചുള്ള പ്രവചനം എന്ന് പറയും? യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഞാനിതാ പുതിയതൊന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതിൻ്റെ ഈ തിരുവെഴുത്തിലുള്ള വാക്കാണ് യെരൂശലേം ദേവാലയത്തിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തിൻ പ്രകാരം. ആമേൻ. എവിടെ ഈ തിരുവെഴുത്ത് കിടക്കുന്നത്? ഏഷ്യ 43:19. ഹല്ലേലൂയ. നിങ്ങൾ ആരും മിണ്ടാത്തേ? എവിടെ തിരുവെഴുത്ത് കിടക്കുന്നേ? യേശു പറഞ്ഞില്ലേ, യോഹന്നാൻ 7:37 പറഞ്ഞില്ലേ, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുക, അവരുടെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തിൻ പ്രകാരം ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എവിടെ തിരുവെഴുത്ത്? ഏഷ്യ 43:19 പറഞ്ഞ. ഏഷ്യ 43:19. യേശുവിലൂടെ വെളിപ്പെടാൻ പോകുന്ന ജീവജല നദിയെ കുറിച്ച് യേശു വരുന്നതിന് 700 വർഷം മുമ്പ് പ്രവാചകൻ പ്രവചിച്ചു വെച്ചു. ഞാനിതാ പുതിയതൊന്ന് ചെയ്യും. ഇന്ന് സഭയിൽ ആരാധിക്കുന്ന ദാഹമുള്ള വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം പുതിയത് ചിലത് ചെയ്യാൻ പോകുക. കമാൻ, കരങ്ങളെ അടിച്ച് ആ ദൂത് സ്വീകരിക്കാതെ. Mighty Jesus. ഹല്ലേലൂയ. ആമേൻ. തൊട്ട് അടുത്തൊന്ന് പറഞ്ഞിട്ട് എന്നും ഒരേപോലെ ഇരിക്കല്ലേ എന്ന് പറ. ആമേൻ. നമ്മുടെ ദൈവം പുതിയ ചെയ്യുന്ന ദൈവമാണ്. പ്രായം കേറി കണ്ണു ദൈവം. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞേ. പ്രായം കേറി ചിലരുടെ രീതി കണ്ടാൽ തോന്നും ദൈവം നമ്മുടെ കുടുംബത്തിലെ ഏതോ അച്ചാച്ചനാന്ന് തോന്നും. അല്ല, ഈസ് ഓൾമൈറ്റി ഗാഡ്. ആമേൻ. അവൻ സർവശക്തനായ ദൈവമാകുന്നു. അവൻ അടുത്തുകൂടാത്ത വെളിച്ചമാകുന്നു. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു. താൻ മാത്രം അമർത്യതയുള്ളവനാകുന്നു. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവം. കണ്ണ് കാണാത്ത, പറ്റിക്കാൻ പറ്റുന്ന ഒരപ്പൂപ്പനല്ല നമ്മുടെ ദൈവം. ആമേൻ. അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവനാ. ആമേൻ. സകല ചരാചരങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നവനാ. ആ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പുതിയത് ചെയ്യുന്ന ദൈവമാണ്. ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി. അയ്യോ, ചിലരുടെ ഇരിപ്പ് കണ്ടാൽ ഇങ്ങനെ തന്നെ ജീവിച്ച ചത്തോളം എന്ന് ആർക്കോ വാക്ക് കൊടുത്ത പോലെ ഉണ്ടല്ലോ. അങ്ങനെ വാക്ക് കൊടുത്തിട്ടില്ലാത്തവർ ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ച് ചത്തോളാം എന്ന് പിശാചിന് ആരും എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടോ? ഇല്ല. പിശാചിന് ആരെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ച് മരിച്ചോളാം പിശാചെ, നിനക്കൊരു ദോഷവും ഞാൻ ചെയ്യത്തില്ല, ദൈവത്തിന് ഞാനൊരു ഗുണവും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വാക്ക് കൊടുത്തിട്ടില്ലാത്തവരെല്ലാം ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മറിച്ച് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും എന്ന് വിശ്വസിക്കുന്നവർ, അങ്ങനെ വാക്ക് കൊടുത്തിട്ടുള്ളവർ ഒന്നുകൂടി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞു ഞാൻ പുതിയതൊന്നും ചെയ്യും. ആമേൻ. എന്താണ് പുതിയത്? മരുഭൂമിയിൽ, അടുത്ത ദൂതിലോട്ട് കയറുകയാണ്. എന്താണ് പുതിയത്? മരുഭൂമിയിൽ എന്തുണ്ടാകും? മരുഭൂമിയിൽ വഴി എന്ന് വെച്ചാൽ ഞാൻ പറയും അത് ഇമ്പോസിബിളാ. കാരണം മരുഭൂമിയിൽ ഒരുവൻ പെട്ടാൽ മരുഭൂമിയുടെ കാലാവസ്ഥയും മരുഭൂമിയുടെ അന്തരീക്ഷവും മരുഭൂമിയുടെ വഴിയും ഒന്നും കൃത്യമായ GPS സംവിധാനങ്ങളോ ഏതെങ്കിലും മാപ്പോ ഇല്ലാതെ ഒരുവൻ മരുഭൂമി പെട്ട് അവന്റെ കാര്യം പോക്ക. ഹല്ലേലൂയ. എന്തിനു പറയുന്നു? മരുഭൂമിയുടെ അവസ്ഥയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സ്ത്രീയുണ്ട്. അവരുടെ പേരാണ് ഹാഗാർ. മരുഭൂമിയിൽ പെട്ട് കുഞ്ഞു ദാഹിച്ചു മരിക്കാൻ പോകുന്നു. വഴിയറിയാമെങ്കിൽ, വെള്ളത്തിന്റെ വഴിയറിയാമെങ്കിൽ, വെള്ളം കിട്ടും സ്ഥലം അറിയാമെങ്കിൽ പോയി കണ്ടുപിടിച്ചാന്. പക്ഷെ ഒരു നിവൃത്തിയുമില്ല, വഴി അറിയത്തില്ല, വെള്ളമില്ല. അബ്രഹാം കൊടുത്തുവിട്ട വെള്ളം തീർന്നു, ഒറ്റ കരച്ചില. ആമേൻ. അവിടെ സാഗാറിന്റെ കണ്ണിൽ സെക്കൻഡ് മുമ്പ് വരെ തുറക്കാത്തൊരു വഴി തുറന്നു വന്നു. ആ വഴിയുടെ പേരാ ഒരു പുതിയ ഉറവയുടെ വഴി. ഇതുപോലെ ഈ സഭയ്ക്കകത്ത് ദൈവം റിലീസ് ചെയ്യുക. യെസ്, ആഗ്രഹിക്കുന്നവരെല്ലാം സ്വീകരിച്ചോ ഈ ജീവജല നദിയെ. ഓ ജീസസ്. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പകർച്ച, അങ്ങയുടെ വലിയ ഒഴുക്ക് ഇന്ന് മരുഭൂമികളിൽ വഴിയായി വെളിപ്പെടട്ടെ.
മുന്നോട്ട് പോകാൻ കർത്താവേ നീ ഒരു വഴി തുറന്നെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ മാത്രം ഒന്ന് കൈ ഉയർത്തി. വാസ്തവത്തിൽ നമ്മുടെ ഒന്ന് കൈതാതിയിട്ടേക്കമാണ്. ഞാൻ എപ്പോഴും പറയണം, നമ്മുടെ ചർച്ച ഏതെങ്കിലും മാനുഷിക സിസ്റ്റത്തിൽ പോകുന്ന ചർച്ചല്ല. ഞാനെപ്പോഴും എവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആരാധിക്ക് പറയും, കർത്താവ് ഞാനൊരു കാഴ്ചക്കാരായി നിന്നോളാം, നീ വല്ലതും തന്നാൽ വിളിച്ചു പറയാം, അല്ലാതെ എനിക്കൊരു റോളുമില്ല. പരിശുദ്ധാത്മാവ് നീ ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കട്ടപ്പോകയാ. ആമേൻ. വെറുതെ പെന്തക്കോസ്തെന്നും പറഞ്ഞ് എഴുതി ഒട്ടിച്ചിട്ട് ജീവിച്ചിട്ട് ഒരു കാര്യം നാട്ടുകാരെടുത്തിട്ട് അലക്കും. നാട്ടുകാരല്ല, പിശാച്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് കിളി പോയവരെ പോലെ ഇരിക്കാതെ എങ്ങനെ ഇരിക്കണം? ഒരു ദൈവപൈതലായിട്ടിരിക്കണം, ക്വാളിറ്റി ഉള്ളവരായിട്ട്. അഭിഷേകം ജീവനുണ്ടെങ്കിൽ ജീവനുള്ളവരെ പോലെ ഇരിക്കണം, ജീവനില്ലാത്തവരെ ജീവിക്കാൻ ആഗ്രഹമുള്ളവരെ പോലെ ഇരിക്കണം. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഒരു സിസ്റ്റത്തിലും പോകുന്നതല്ല, അളവില്ലാത്ത ദൈവത്തിന്റെ പ്രവൃത്തികളിൽ അതിര് വെക്കാതെ വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് ഇവിടെയുള്ളത്. ആമേൻ. പരിശുദ്ധാത്മാവിന് ഒരതിരും കൽപ്പിക്കാതെ, പരിശുദ്ധാത്മാവിന് തിരുവെഴുത്തിൻ പ്രകാരം എങ്ങനെയും പ്രവർത്തിക്കാം, അതിന് നമ്മളൊരു അതിരുമിടത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരൊക്കെ വളരും. ഞാനിപ്പോൾ തന്നെ നിങ്ങളൊരു ഇതിൻ്റെ ഇടയ്ക്കൊരു കർത്താവ് ഒരു ദർശനം എന്നെ കാണിച്ചു വിട്ടിരുന്നപ്പോൾ അത് ഞാൻ വിളിച്ചു പറയാം. കാരണം അതിനുവേണ്ടി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. എന്നൊരു വലിയ ഒരു പാട്ടുണ്ട്. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ പകർന്നോനേ. ആമേൻ. ഈ നിക്ഷേപം എന്ന് പറയുന്നത് ആർക്കോ കൈമാറാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നതാണ്. ആമേൻ. ഓ, ആർക്കും മനസ്സിലായെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തില്ല. ആമേൻ. നിക്ഷേപം എന്ന് പറയുന്നത് ഒരു മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടി നിക്ഷേപം ഉണ്ടാക്കുമോ? ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യും അല്ലേ? സ്വർണ്ണമാണെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുമില്ലേ? സ്ഥലമാണെങ്കിൽ. ഇതിന്റെ പേര് എന്താണ്? നിക്ഷേപം. ഇതിന് വേറൊരർത്ഥത്തിൽ പറയാം നിധി. ഇതെന്തിനു വേണ്ടിയാണെന്നറിയോ? ഇത് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാനല്ല, അടുത്ത വ്യക്തിക്ക് കൈമാറാനാ, അവകാശിക്ക് കൈമാറാനാ. അങ്ങനെ ചില അവകാശികൾക്ക് കൈമാറുവാൻ സ്വർഗം ഇന്ന് പകൽ ചില നിക്ഷേപ പാത്രങ്ങളെ ഇവിടെ പുറകം. യെസ്. ഓ ജീസസ്, പരിശുദ്ധാത്മാവേ, താങ്ക് യു മൈ ഡിയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു നിക്ഷേപം ഈ ഉയരത്തിൽ നിന്നും ഈ ഹാളിലേക്ക്, ഈ നമ്മുടെ മിക്കവാറും മരണക്കോരനൊക്കെ ബെൻസം പാടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ഒരു പാട്ടുണ്ട്, 12 രത്നങ്ങളാൽ തീർത്തതാം മന്ദിരം കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിഞ്ഞിടും എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. അവിടെ പറഞ്ഞൊരു 10 2 10 + 2 10 + 2 12 വിലപ്പെട്ട രത്നങ്ങളാൽ അലങ്കൃതമായ ഒരു ഭവനത്തെക്കുറിച്ച് പകർത്തരം പാടുന്നേ. ക്രിസ്തുവിൽ മരിക്കുന്നവരെ പ്രത്യാശയോടെ കടന്നു പോകുന്നേ. ആമേൻ. ഇങ്ങനെ പല വർണ്ണത്തിലുള്ള ചിലത് ഇതിൻ്റെ അകത്തേക്ക് വീഴുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ആമേൻ. അത് അവകാശികൾക്ക് വേണ്ടി സ്വർഗം കരുതി വെച്ചിരിക്കുന്നതാണ് ഇന്ന്. ആമേൻ. അങ്ങനെ ചില നിധി, ചില നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യട്ടെ. Hallelujah. Thank you, Holy Spirit. മത്തായി 2:11 ഇങ്ങനെ പറയുന്നു, അവർ നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് പൊന്ന്, മൂര്, കുന്തിരിക്കം മുതലായവ ശിശുവായ യേശുവിനെ അമ്മയായ
മറിയയോട് കൂടെ കണ്ടു. ഇങ്ങനെ പറയുന്നു, അവർ ആ വീട്ടിൽ ചെന്നു, ശിശുവായ യേശുവിനെ മറിയയുടെ കൂടെ കണ്ടു, താണു വീണ് വണങ്ങി നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്ന്, മൂര്, കുന്തിരിക്കം മുതലായവ കാഴ്ചവെച്ചു. എന്ത് തുറന്നു? പറ, നിക്ഷേപ. പറഞ്ഞ ഉറക്കെ പറ. നിക്ഷേപ പാത്രം ഇന്ന് തുറക്കാൻ പോകുക. പരിശുദ്ധാത്മാവിന്റെ അടുത്ത ലെവലിലുള്ള ഒരളവിലേക്ക് സഭയെ ദൈവം ഷിഫ്റ്റ് ചെയ്യാൻ പോകുക. ആവശ്യമുള്ളവർ, ആഗ്രഹമുള്ളവർ ഈ ദൂതിനെ സ്വീകരിച്ചോ. ഇന്നങ്ങനെ ഒരു ആത്മാവിന്റെ പകർച്ച. ശ്രദ്ധിച്ച്, നമ്മൾ പെട്ടെന്ന് മടങ്ങി സമയം ഒരുപാട് പോകുന്നു. മരുഭൂമിയിൽ എന്തുണ്ടാകും? വഴി ഉണ്ടാകും. മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല എന്ന് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ഞാൻ കൈതാത്തിയിട്ടിട്ട് പിന്നെ പറഞ്ഞില്ലല്ലോ, നമ്മുടെ ആ രീതികൾ തുടരരുത്. നമ്മൾ ഹൃദയത്തിൽ നിന്നും ദൈവസന്നിധിയിൽ എന്തൊരു വാക്കാണെങ്കിലും, എൻ്റെ അനുഭവം ഞാൻ പറയട്ടെ, എൻ്റെ അനുഭവം പറയട്ടെ, എൻ്റെ അനുഭവമാണ്, അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ജൽപ്പനം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ല, മാറിയിരിക്കത്തേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ചു എന്ന് വരുത്താനും എന്നെ കൊണ്ട് പറ്റത്തില്ല. ആമേൻ. നിങ്ങളുടെ എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചു എന്ന് വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് പ്രാർത്ഥിക്കാനിരുന്നാൽ അത് ദൈവത്തോട് അടുത്തിരിക്കുന്ന അനുഭവം ഉണ്ടായിരിക്കണം. ആമേൻ. അങ്ങനെ ഇടയ്ക്കും തലയ്ക്ക് ഉള്ളെങ്കിലും പ്രാർത്ഥിച്ചുവെന്ന് വരുത്തി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിയുന്ന നല്ലത്. ആമേൻ. എന്നിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുവാണെങ്കിൽ ഹൃദയത്തിൽ ആ ഒരു ബോധ്യം വരണം, ഞാൻ പ്രാർത്ഥിച്ചു. ആമേൻ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എന്ത് പറഞ്ഞാൽ അത് നേരോടെ ആയിരിക്കണം, അത് കറക്റ്റ് ആയിരിക്കണം, അത് ഉള്ളതായിരിക്കണം, അത് ഹൃദയം തുറന്നായിരിക്കണം. മുന്നോട്ട് പോകാൻ വഴി തുറന്നേ പറ്റൂ കർത്താവ് എന്ന് പറയുന്നവർ മാത്രം ഒന്ന് കൈ ഉയർത്തിയേ. ആമേൻ. എന്നാൽ ഈ ദൂതിന് ഞാൻ കർത്താവിന്റെ പ്രവാചകൻ കൂടി ഞാൻ വിളിച്ചു പറയുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ, ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം വലിയൊരു വാഗ്ദത്ത മാസമാണ്. ഈ ദിവസങ്ങളിൽ ആമേൻ, മരുഭൂമി മാത്രം കാണുന്ന ഇടത്ത് ചില പുതിയ വഴികൾ പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യാൻ പോകുക. അതിപ്പോൾ തന്നെ ഉത്ഭവിക്കാൻ പോകുക. യെസ്, മാഷാലബ ലോറബ ഹസിയം പേരി ബഷൈനസ്. താങ്ക് യു ലോർഡ്. രണ്ട് ദൂത് വിളിച്ചു പറയുന്നു. ഒന്ന്, മരുഭൂമിക്കകത്തും ഒരു വഴി തുറക്കും. മനസ്സിലായില്ല? ആ വഴി താഴെ കൂടിയുള്ള വഴിയല്ല, ആ വഴി മേളെ കൂടിയുള്ള വഴിയാണ്. ആമേൻ. അടുത്തത്, ജീവിതം മുഴുവനും മരുഭൂമി പോലെ ഇരിക്കുന്ന അവസ്ഥയിൽ ആമേൻ ഒരു പുതിയ വഴി തുറക്കും. രണ്ട് ദൂതൻ, രണ്ട് തലമാ. ഒന്ന്, ജീവിതം മരുഭൂമി പോലെ കിടക്കുന്നിടത്ത് ആമേൻ ഒരു ഇല്ലാത്ത വഴിയെ ദൈവം തുറക്കും. ആമേൻ. മറ്റൊന്ന്, മരുഭൂമിക്കകത്ത്, മരുഭൂമിയിൽ തന്നെ ഒരു വഴി ദൈവം തുറക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം, മരുഭൂമിയിൽ വഴിയും. ഇതാണ് നമ്മുടെ മെയിൻ. നിർജ്ജന പ്രദേശത്ത് നദികളും. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു സുവിശേഷകൻ ഇങ്ങനെ ശമരിയ പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു. ശമരിയ പട്ടണത്തിൽ വലിയ റിവൈവൽ നടന്നു, വലിയ ഉണർവ് നടന്നു. ഭൂതങ്ങൾ വിട്ടുപോയി, രോഗികൾ സൗഖ്യമായി, ആയിരങ്ങൾ രക്ഷിക്കപ്പെട്ടു. അന്ന് ആദ്യമായിട്ട് ശമരിയ എന്ന പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. അതിനുശേഷം ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പോസ്, ഈ മനുഷ്യൻ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഗസ്സയുടെ തെക്കോട്ട് നേർവീതിയിലൂടെ നടക്കാൻ ചെന്ന് പറഞ്ഞു. അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു എത്യോപ്യനായ ഒരു മനുഷ്യനെ കണ്ടു. അപ്പോൾ അവിടെ പറയുന്നത് നിർജ്ജന പ്രദേശമെന്നാണ് പറയുന്നത്. എന്താണ്? നിർജ്ജന പ്രദേശം, മരുഭൂമിയാണ്. ഈ മരുഭൂമിയിലൂടെ തേര് തെളിച്ചുകൊണ്ട് തേരിൻ്റെ അകത്തിരുന്ന് ആരാ പോകുന്നതെന്നറിയാവോ? എത്യോപ്യ എന്ന രാജ്യത്തിൻ്റെ മന്ത്രി. ഒരാമേൻ പറ, വേണ്ടെങ്കിലും ആമേൻ പറ. ഞാൻ ആമേൻ പറഞ്ഞിട്ട്
ഹല്ലേലൂയ. എത്യോപ്യ രാജ്യത്തിന്റെ മന്ത്രി, കാര്യവിചാരകൻ, അല്ലെങ്കിൽ ഭണ്ഡാര വിചാരകൻ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്റർ. ഹല്ലേലൂയ. സാമ്പത്തിക കാര്യമന്ത്രിയാണ് എവിടെ പോകുന്നത്? യെരുശലേമിൽ ആരാധന കഴിഞ്ഞ് മടങ്ങി വരുക. ആമേൻ. വരുന്നത് ആരാണ്? ദൂത് എൻ്റെ കൂടെ ആത്മാവിൽ കണക്ട് ചെയ്ത് നിന്നോളാം കേട്ടോ. വരുന്നത് ആരാണ്? ഗതിയില്ലാത്തൊരു പിച്ചക്കാരാണോ വരുന്നത്? ചാക്ക് കെട്ട് പിള്ളേരെ പിടി ചാക്കാരനാണോ വരുന്നത്? പാണ്ടക്കെട്ടുമായിട്ടാണോ വരുന്നത്? സൈക്കിളിലാണോ വരുന്നത്? വരുന്നത് എന്തിലാ വരുന്നത്? തേരിൻ്റെ അകത്താണ് വരുന്നത്. തേരാരോ ഉപയോഗിക്കുന്നത്? തേരാരോ ഉപയോഗിക്കുന്നത്? ആമേൻ. പ്രഭുക്കന്മാർ, രാജകീയ പദവിയിലുള്ളവർ, അധികാരമുള്ളവർ ആണ് എന്തുപയോഗിക്കുന്നത്? തേരിൽ യാത്ര ചെയ്യുന്നത്. അല്ലാത്തവർക്ക് യാത്ര ചെയ്യാൻ നല്ല ഒന്നാന്തര ഒട്ടകമുണ്ട്. തേര്, വേഗത്തിൽ പോകുന്ന തേര് സഞ്ചരിക്കുന്നത് കപ്പാസിറ്റി ഉള്ളവനാ. ഇരിക്കുന്നത് ആരാ? മുറുക്കാൻ കടക്കാരനാണോ? ആരാ പറ? നിങ്ങളുടെ ഇരിപ്പുണ്ടാ തോന്നുന്നു മുറുക്കാൻ കടക്കാരനാന്ന് തോന്നുമല്ലോ. ആരാ ഇരിക്കുന്നത്? മന്ത്രി. എന്തിന്റെ മന്ത്രി? സാമൂഹിക വകുപ്പ് മന്ത്രിയല്ല. നമ്മുടെ നാട്ടിൽ കുറെ വകുപ്പുണ്ടല്ലോ അങ്ങനെ. എന്ത് വകുപ്പാണ് ഉള്ളത്? ആമേൻ. ഒരു രാജ്യത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞപ്പോൾ അടുത്ത മന്ത്രി ആരാന്നറിയോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് അറിയാവോ? ഫോട്ടോ കണ്ടാ തോന്നുന്നു അയ്യോ ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം കഴിഞ്ഞ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ആരെയെന്നറിയാവോ? രണ്ടാമൻ. ധനകാര്യം. അപ്പോൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ പേര് തേര്. ഇരിക്കുന്നതാര്? മന്ത്രി. സ്ഥലം പറ. ആമേൻ. ആര് പിടി കിട്ടിയോ നിങ്ങൾക്ക്? സ്ഥലം എന്താണ്? നിർജ്ജനം. പക്ഷെ ഇരിക്കുന്നതാരാ? തൂത് മനസ്സിലായവർ മാത്രം ആമേൻ പറഞ്ഞിട്ട്. നിർജ്ജന പ്രദേശം. പക്ഷെ ഇരിക്കുന്നതാരാ? സഞ്ചരിക്കുന്ന എന്തിനാ? പോകുന്ന വഴിയിൽ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ, ഇവിടെ വ്യക്തമായിട്ട് അപ്പോസ്തലപ്രവൃത്തിയിലെ 8-ാം അധ്യായത്തിൽ വിശദീകരിച്ചിട്ടില്ല. പക്ഷേ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൊല്ലുവാൻ കൊണ്ടുവന്ന ആടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു, അറക്കാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ അവൻ മൗനമായിരുന്നു. അവൻ്റെ അതിങ്ങനെ വായിച്ചു, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ചോദിക്കും, എന്താ വായിക്കുന്നത്? പറയും, ഇതാ വായിക്കുന്നത്. ഈ പ്രവാചകൻ ആരെക്കുറിച്ചാണ്? യേശയ്യാ പ്രവാചകൻ യേശുവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഫിലിപ്പോസ് ഈ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ അടക്ക്, യേശുവിൻ്റെ ഉയർപ്പ്, ഇത്രയും കാര്യങ്ങളുള്ള സുവിശേഷം എന്ത് ചെയ്തു? അറിയിച്ചു. അറിയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് കണ്ടു? ദാ വെള്ളം. ഒന്ന് വായിച്ചിട്ടുണ്ടോ? അന്ന് വായിച്ചോർന്ന് കൈ ഉയർത്തിയേ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? നിർജ്ജനം. നിർജ്ജനം. അവിടെ പറഞ്ഞിട്ടുണ്ട് ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ വെള്ളം വരുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിർജ്ജന പ്രദേശം. ഇരിക്കുന്നത് ആരാ? മന്ത്രി. സുവിശേഷം പറയേണ്ടത് മൊത്തം പറഞ്ഞ് അതുവരെ വെള്ളവും വന്നില്ല, ഒന്നും വന്നില്ല. യേശുവിനെ കുറിച്ച് സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞ ഉടനെ ഫിലിപ്പോസ് പറയാ, ദാ വെള്ളം. ദൂത് മനസ്സിലായെങ്കിൽ പിടിച്ചോ. നിർജ്ജന പ്രദേശമാ. പക്ഷേ നിന്റെ സമയത്ത് നിനക്ക് എത്തേണ്ടടുത്ത് എത്തുമ്പോൾ നിനക്ക് വേണ്ടി കരുതി വെച്ച ചില സമൃദ്ധി വെള്ളം, നദി, ശരിയല്ലേ? ഞാനിപ്പോ ഇത് വായിച്ചിട്ടൊന്നല്ല പ്രസംഗിച്ചത്. ഇതൊക്കെ കുറെ നാളായി ഈ ഭാഗങ്ങൾ വായിച്ചിട്ട്. ദൈവം ഇതിലെ തൻ്റെ ജനം പുറപ്പെട്ടു വരുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞില്ല, മരുഭൂമിയിൽ ചെല്ലുമ്പോൾ, സീൻ മരുഭൂമിയിൽ ചെല്ലുമ്പോൾ ദാഹിക്കുമെന്നും അവിടെ പാറയിൽ വെള്ളമുണ്ടെന്നും പറഞ്ഞില്ല. ദാഹം വന്നു, എവിടെ വെച്ച് വെള്ളത്തിന്റെ ആവശ്യം വന്നോ അവിടെ പാറ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ പാറമേൽ അടിയും. ആമേൻ, ആമേൻ. ശ്രദ്ധിച്ചേ, പ്രദേശം നിർജ്ജനമാണ്, ഒരു മാറ്റവും ഇല്ല, നിർജ്ജനം തന്നെയാ. ഒന്നും കാണാനില്ല, ഒരു പച്ചപ്പ് കാണാനില്ല, ഒരു സാധ്യത കാണുന്നില്ല, ഒരു വെള്ളത്തിൻ്റെ ഒരു തരി പോലും കാണുന്നില്ല. പക്ഷേ ഏത് നിമിഷവും എൻ്റെ കൂടെ വരണം കേട്ടോ,
ഏത് നിമിഷവും ഈ ദൈവം തൻ്റെ ജനത്തിലൂടെ പകൽ എങ്ങനെ നടന്നത്? രാത്രി. ആമേൻ. ഈ ദൈവത്തിൻ്റെതാണ് പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്, അല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ജനത്തിന് എന്ത് ചെയ്തു? ദാഹിച്ചു. അവരെന്ത് പറഞ്ഞു? അവിടെ ആയിരുന്നെങ്കിൽ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. മോശയോട് പെറുപുറത്തു. മോശ പറഞ്ഞു, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു പാറയുണ്ട് എന്നാണോ പറഞ്ഞേ? ആണോ? ജനം ദാഹിച്ചു, ഇനി വെള്ളമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന ഒരവസ്ഥ വന്നപ്പോൾ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനകത്ത് വടി മോശയുടെ കയ്യിലുണ്ട്. ഈ വടി എവിടെ എടുത്താലും അത്ഭുതം നടക്കണമെന്നില്ല. ദൈവം പറയുന്നിടത്ത് നടക്കണം. ആമേൻ. ഈ ജനം ഇനി വെള്ളമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന അവസ്ഥ വന്നപ്പോൾ അവിടെ ഈ ഒരു പാറയല്ല ഉള്ളത്, പാറ ഒരുപാടുണ്ട്. ആമേൻ. പകൽ മേഘസ്തംഭമായവൻ, രാത്രി അഗ്നിത്തൂണായവൻ കൂടെ നടക്കുന്നുണ്ട്. ഇവന് മേഘസ്തംഭവും അഗ്നിത്തൂണും ആകാൻ മാത്രമല്ല അറിയാവുന്നത്, ഇവന് വെള്ളമാകാനും അറിയാം. ആമേൻ. ഇവന് പാറയ്ക്കകത്ത് ആമേൻ തന്റെ ജനത്തിന് കുടിക്കാനുള്ള വെള്ളമാകാനും അറിയാം. ആമേൻ. ഹല്ലേലൂയ. അല്ലാതെ കർത്താവ് ഇങ്ങനെ കിലോമീറ്റർ കഴിയുമ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവല്ല. ഇവിടെ ഒരു പാറ നിങ്ങൾ എങ്ങനെയെങ്കിലും ഏന്തി വലിഞ്ഞ് അവിടം വരെ എന്ന് ദൈവം പറഞ്ഞോ? മോശെ, നമ്മളാണെങ്കിൽ പറയും, കൊച്ചു ബിസ്ക്കറ്റ് വെച്ചാൽ പറയും, മോനെ കട അടച്ചിരിക്കുക, കട തുറക്കുന്നവരെ എന്ത് ചെയ്യും? ഒന്ന് പറയത്തില്ലയോ? അയ്യോ, പറയത്തില്ലെന്ന് തോന്നണ്. ഈ ജനം ദാഹിച്ചപ്പോൾ ദൈവം പറഞ്ഞോ? മോശെ, ജനത്തോട് പറ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. പറഞ്ഞോ? അഡ്ജസ്റ്റ് ചെയ്യടാ എന്ന് പറഞ്ഞോ? എടാ, ഞാൻ കരുതിയ വെള്ളം കുറച്ച് ദൂരെയാടാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയടാ, കുറച്ചു നേരത്തേക്ക് ഒന്ന് കടിച്ച് പിടിക്ക്, ഉമ്മിനീരൊക്കെ ഒന്ന് ഇറക്ക് എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ മോശെ, എടാ ഇനിയിപ്പം വീഴുന്നവർ വീഴട്ടടാ, ബാക്കിയുള്ളവർ വന്നാൽ മതി, അവിടം വരെ എത്തുന്നവൻ വന്നാൽ മതി എന്ന് നമ്മൾ പറയും. ദൈവം പറഞ്ഞോ? ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നപ്പോൾ ആ നിമിഷം വരെ മേഘസ്തംഭമായവൻ തൊട്ടടുത്ത പാറയിലേക്ക് വെള്ളമായി ഇറങ്ങി. ആമേൻ. ഓയ് തന്റെ ദൈവമേ, ഈ ജനത്തിന് ഇത് മനസ്സിലാക്കാനുള്ള കൃപ കാണിക്കണമേ. ഇന്ന് ആ വെള്ളമായി ഇറങ്ങാൻ അധികാരമുള്ളവൻ ഇന്ന് ദാഹിക്കുന്നവരുടെ മേൽ ഉറവയായി വെളിപ്പെടട്ടെ. നിർജ്ജന പ്രദേശത്ത് നദിയും. പ്രൈസ് ഗോഡ്. എന്നിട്ട് പറ, നിർജ്ജന പ്രദേശത്ത് നദികൾ. മരുഭൂമിയിൽ വഴിയാണെങ്കിൽ നിർജ്ജന പ്രദേശത്ത് നദികൾ. ഇത് കർത്താവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവല്ല, അവൻ തന്നെയാ ഇത്. ആമേൻ. ഹല്ലേലൂയ. അവൻ തന്നെയാ ഇന്നിവിടെ. ആമേൻ. കാറ്റായി വീശുവാൻ അധികാരമുള്ളവൻ, കഴിവുള്ളവൻ. ആമേൻ. തന്റെ ജനത്തിന് ദാഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വെള്ളമാകാൻ. ഹല്ലേലൂയ. ആശാരി ഉപദേശി എഴുതിയൊരു പാട്ടുണ്ട്, പഴയ പാട്ടാ. എൻ്റെ ദൈവം സാധു കൊച്ചു കുഞ്ഞു ഉപദേശി. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ഈ ക്ഷോണിതത്തിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം. ഈ പാട്ട് ഇത്രയും വർഷങ്ങളായിട്ട് പാടുന്ന നമ്മൾ ഇന്നും ഇത് വിലാപഗീതം പോലെ പാടുക. ഭക്തൻ പാടിയത് പകൽ മേഘസ്തംഭമായവൻ, രാത്രി അഗ്നിത്തൂണായവൻ. ആമേൻ. ജനത്തിന് ആവശ്യം വന്നപ്പോൾ ഇറച്ചിയാകാൻ കഴിവുള്ളവൻ, മന്നയാകാൻ കഴിവുള്ളവൻ, കുടിക്കാൻ ഒരു തരി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ വെള്ളമാകാൻ കഴിവുള്ള ഇത്ര വലിയ ദൈവം എനിക്ക് വേണ്ടി ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ്
Come on, church, ശക്തിയോടെ ആമേൻ. ദൈവത്തെ ആരാധന കൊടുത്തേ. Hallelujah. Hallelujah. Amen. ഞാൻ ഇവിടെ നിന്ന് അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യാം. ഒരു ഭാഗം കൂടി എനിക്ക് തുടരണം. തൊട്ടിട്ട് വേണം നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ. ഇന്ന് തോട് ഒഴുകുന്നത് പോലെ ചില ദാഹം തീർക്കാൻ, ചിലടേക്ക് പുതിയ ജീവനെ പകരാൻ, നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് ചിലരിലേക്ക് ദൈവം പകരും. ആമേൻ. ഏശയ്യാ പ്രവാചകൻ പുസ്തകം 47 അധ്യായം കൂടി ഒന്നെടുക്കാം. എഹെസ്കേൽ പ്രവാചകൻ പുസ്തകം എഹെസ്കേൽ 47 8 വാക്യം തൊട്ടൊന്ന് വായിക്കാം. എഹെസ്കേൽ 47 8 9. പെട്ടെന്ന് നമ്മളത് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എഹെസ്കേൽ 47 8 9 വേഗം വായിച്ചു. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലിയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകി ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. മതി. ബാക്കി അടുത്ത പ്രാവശ്യം തൊടാം. ഇത്രയും മതി. ഈ വെള്ളം ചെല്ലുന്ന ഇതെവിടെയെല്ലാം ചെല്ലുന്നുവോ അവിടെയെല്ലാം 2-3 കാര്യം ഉണ്ടാകും. ദൂതാണ് കേട്ടോ, കർത്താവ് തന്ന പ്രവചനമാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ഈ വെള്ളം, ഏത് വെള്ളം? നിർജ്ജന പ്രദേശത്ത് ഇവൻ വെള്ളമായി നദിയായി ഒഴുകിയാൽ ഈ വെള്ളം അവിടെ കൊണ്ട് നിൽക്കത്തില്ല. ആമേൻ. സ്തോത്രം. യേശു പറഞ്ഞത് എന്താണ്? ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. കുടിക്കട്ടെ കുടിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോ. കുടിച്ചാൽ പറ, കുടിച്ചാൽ കുടിച്ചാൽ എങ്ങനെ ഇരിക്കും? കുടിച്ചാൽ എൻ്റെ കർത്താവേ, ഇതിനകത്ത് എന്തോരം വെള്ളമുണ്ട്? അപ്പൊ ഞാൻ കുറച്ച് കുടിച്ചോ? നിറച്ചുണ്ടോ? എന്തോരം ഉണ്ട്? എന്തോരമുണ്ട്? ഒഴിക്കാൻ പോവാണ്. യേശു പറഞ്ഞത് എന്താണ്? ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. തിരുവെഴുത്തിൻ പ്രകാരം ബാക്കി ഞാൻ പറയാം, കാണിച്ചു തരാം. കുടിച്ചിട്ടുണ്ടെങ്കിൽ, വാസ്തവമായിട്ടും കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കുടിക്കുവാണേ, ഇത് നിർജ്ജനപ്രദേശം നദിയായി വെളിപ്പെടുന്നവൻ. ആമേൻ. ഇവൻ ദാഹമുള്ളവനിലേക്ക് കുടിക്കാൻ കൊടുക്കുക. ഇപ്പൊ എന്ത് ചെയ്തു? അപ്പൊ കുടിച്ചാൽ എന്ത് ചെയ്യും? ഉറങ്ങി പറ. കുടിച്ചാൽ ഉറങ്ങി പറ, ശബ്ദം ഉയർത്തി പറ, കരമുയർത്തി പറ. കുടിച്ചാൽ, വാസ്തവമായും കുടിച്ചാൽ ഒഴുകും. ഇന്ന് ചിലരിൽ ഒഴുകും. ഒഴുകിയാൽ അവിടെ കൊണ്ട് നിൽക്കത്തില്ല. ഇത് ചിലടത്തേക്ക് ചെല്ലും. അവിടെ ചില മത്സ്യങ്ങൾ ഉണ്ടാകും. ചിലത് പഥ്യമായി തീരും. യേശുവിന്റെ നാമത്തിൽ. അമ്മേൻ. എത്ര പേർക്ക് ആകും? ഞാൻ നിർത്താൻ പോവുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന് ഗുണവും പിശാചിന് ദോഷവുമില്ലാത്ത ഒരു വിശ്വാസ ജീവിതം എനിക്ക് വേണ്ട കർത്താവേ. ഞാൻ ഇനി കർത്താവിൻ്റെ പൈതലായി ജീവിക്കുവാണെങ്കിൽ പിശാചിന് നല്ല കീറ് കൊടുക്കണം, എൻ്റെ ദൈവത്തിന് നല്ല മഹത്വം കൊടുക്കണം. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റ്. ഹല്ലേലൂയ. ശാലാമാല റൈറ്റസ്മി ഹൽബറോ ധിയാധനെ ശരബഹംധല രഗദുനിയ. ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ആരും ആരെയും നോക്കല്ലേ. പുറത്തു പോകുന്നവർ പുറത്തു പോകും. രാവിലും
പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ, രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. നോക്കിയേ, നോക്കിയേ, ഇത് പാടുകയാണെങ്കിൽ ചങ്ക് തുറന്ന് ചോര ഊറ്റി തന്നവന് ചങ്ക് എന്ന് പാടാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ ചങ്ക് കൊണ്ട് സ്നേഹിക്കാൻ പറ്റുമോ? ചങ്ക് കൊണ്ട് ദാഹിക്കാൻ പറ്റുമോ? ചങ്ക് കൊണ്ട് ദാഹിച്ചാൽ ചങ്കിന് ഒരു യഹൂദൻ, ഒരു റോമൻ പടയാളി യേശു മരിച്ചോ എന്നറിയാൻ ഒരു കുന്തമെടുത്ത് അവന്റെ വിലാപ്പുറത്ത് കുത്തി. അപ്പോൾ ചോരയും വെള്ളവും കലർന്ന, ചോര കലർന്ന വെള്ളം പുറത്തേക്ക് ഒഴുകി. എവിടെ കുത്തിയെന്നറിയാവോ? പറ. ചങ്കില കുത്തിയത്. ആമേൻ. ചങ്കിനെപ്പോൾ കുത്തുകൊണ്ടോ അപ്പോഴാണ് സഭ പുറത്തു വന്നത്. ആമേൻ. എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? ചോരയോടുകൂടിയ വെള്ളം. എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ശരീരം മരിക്കുന്നതിന് മുമ്പ് ശരീരത്തിലെ അവസാന തുള്ളി ചോര വരെ ഊറ്റി തന്നു. പക്ഷെ ഊറ്റി തന്നോ എന്ന് ചോദിച്ചാൽ കർത്താവ് മരിക്കുന്നതിന് മുമ്പ് അതെല്ലാം സംഭവിച്ചു. പക്ഷേ മരിച്ച ശേഷമേ ചങ്കിൽ നിന്നും, കാരണം ജീവനോടിരിക്കുമ്പോൾ ചങ്കിൽ കുത്തിയാൽ 7 ക്രൂശിലെ മൊഴികൾ പറയാനുണ്ട്. ആമേൻ. അത് പറയാൻ പറ്റത്തില്ല. അത് പറഞ്ഞു തീർന്ന 7ാമത്തെ മൊഴിയാകുന്ന ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം നിവൃത്തിയായി എന്നിട്ട് പറഞ്ഞിട്ട് വേണം, പിതാവേ അങ്ങയുടെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നത് പറഞ്ഞ് സ്വന്തം തോളിൽ സ്വന്തം തല ചായ്ച്ച് മരിക്കാൻ. ആമേൻ. അതുകൊണ്ടാണ് ചങ്കിൽ കിടക്കുന്ന അവസാന തുള്ളി. ആമേൻ. എന്റെ വാക്ക് ശ്രദ്ധിച്ചോ? അവസാന തുള്ളി ഊറ്റി തന്നോന്ന് വെച്ചാൽ ഊറ്റി തന്നു മരിക്കുന്നതിന് മുമ്പ്. പക്ഷെ ഒരു ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നു. അത് ഊറ്റണമെങ്കിൽ ചങ്ക് പിളരണം. ആമേൻ. ചങ്ക് പിളരണമെങ്കിൽ അവൻ അവന്റെ ആത്മാവിനെ സ്വയമായി ഏൽപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇബ്രാഹിം പറയുന്നത് യേശുവിനെ ആരെങ്കിലും കൊന്നെന്നല്ല, അവനെ കൊല്ലുന്ന പോയിട്ട് അവന്റെ 7 അയൽവക്കത്ത് വരാൻ പറ്റത്തില്ല. ആമേൻ. അവൻ മരണം ആസ്വദിച്ചു. He tasted the death. അവൻ മരണത്തെ ടേസ്റ്റ് ചെയ്തെന്ന്. ആമേൻ. എന്തിനു വേണ്ടിയാ? പറ. എനിക്ക് വേണ്ടി. അവൻ മരണത്തെ, ഭക്ഷണം നമ്മൾ രുചിക്കുന്നത് പോലെ യേശു മരണത്തെ എന്ത് ചെയ്തു? രുചിച്ചു. അല്ല, യേശുവിനെ കൊല്ലാൻ പറ്റിയ ഒരു ശക്തിയും ഈ ഇഹലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ആമേൻ. 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 അതുകൊണ്ട് ഈ ചങ്ക് പിളർന്നപ്പോൾ രണ്ടും കൂടി കലർന്നിയ ഒരു വെള്ളം പുറത്തു വന്നു. ചോരയോടുകൂടിയ വെള്ളം. എന്താണതെന്നറിയോ? ചോര അവന്റെ രക്തത്തെ കാണിക്കുന്നു. മറുവില. പറഞ്ഞ മറുവില. വെള്ളം എന്തിനെ കാണിക്കുന്ന? പരിശുദ്ധാത്മാവിനെ. മറുവിലയും പരിശുദ്ധാത്മാവ് ഒരുമിച്ച് പുറത്തു വന്നപ്പോൾ സഭ അവിടെ എഴുന്നേറ്റു. ആമേൻ. ആ ചങ്കായവനെ, ആ ചങ്ക് തുറന്നു തന്നവനെ, അവനെന്ന് നിക്ഷേപപാത്രം തുറക്കാൻ പോകുക. ചങ്കിൽ നിന്ന് ദാഹിക്കാൻ പറ്റുമോ? വാസ്തവമായും ഈ കർത്താവിനോട് സ്നേഹമല്ല, സ്നേഹത്തിന്റെ അടുത്ത പടി ലവ്.
പ്രേമം ഉണ്ടോ? അയ്യോ, ഉണ്ടോ? ഉണ്ടോ? കൊതിയുണ്ടോ? കൊതിയുണ്ടോ?